ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളെക്കുറിച്ച്, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സെമസ്റ്ററിലെ ടെക്സ്റ്റ് ബുക്കുകളെക്കുറിച്ച്. എന്നാൽ ആ വീഡിയോ നമുക്ക് ഫുള്ളായിട്ടുള്ള ഈ 8 സെമസ്റ്ററും നമുക്ക് കാണിക്കാനായിട്ട് ആ വീഡിയോ ഒത്തിരി ലെങ്തായി പോകും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ബോറടിക്കും. അതുകൊണ്ട് ഞാനാണെങ്കിൽ അത് 2-3 പാർട്ടായിട്ട് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ സെക്കൻഡ് പാർട്ടുമായിട്ട് വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ 3rd ആൻഡ് 4th സെമസ്റ്റർ ഞാൻ യൂസ് ചെയ്ത ടെക്സ്റ്റ് ബുക്കുകളെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് എല്ലാവരും കാണുക. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതേപോലെ തന്നെ ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങളൊന്ന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും ഫസ്റ്റ് സെമസ്റ്ററിൽ സെക്കൻഡ് സെമസ്റ്ററിൽ നമ്മൾ എന്തൊക്കെ വിഷയങ്ങളാണ് വരുന്നത്, അതേപോലെ തന്നെ ഏതൊക്കെ ടെക്സ്റ്റ് ബുക്കുകളാണ് നമുക്ക് യൂസ് ചെയ്യാൻ നല്ലത്, ഏതൊക്കെ ടെക്സ്റ്റ് ബുക്കുകൾ കൊണ്ട് നമ്മൾ യൂസ് ചെയ്തിട്ട് നമ്മൾ നോട്ട്സ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് നല്ല മാർക്ക് എക്സാമിന് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർക്കായിട്ട് ഞാൻ അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ അതിൽ നിന്ന് ആ വീഡിയോ കാണാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത് 3rd ആൻഡ് 4th സെമസ്റ്ററിൽ നമുക്ക് ഏതൊക്കെ ടെക്സ്റ്റ് ബുക്കുകളാണ് ഒരു ഉപകാരപ്പെടുന്ന ടെക്സ്റ്റ് ബുക്കുകൾ ഏതൊക്കെയാണ്. ഏറ്റവും കൂടുതൽ നമ്മൾ എൻ്റെ ക്ലാസ്സിൽ പഠിച്ച കുട്ടികളിലാണെങ്കിലും എല്ലാവരും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഈ ടെക്സ്റ്റ് ബുക്കുകളാണ്. അതുകൊണ്ടാണ് ഞാനിത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പോകാം. ആദ്യമായിട്ട് നമുക്ക് നോക്കാം 3rd സെമസ്റ്റർ ആൻഡ് 4th സെമസ്റ്ററിൽ ഏതൊക്കെ വിഷയങ്ങളാണ് നമുക്ക് പഠിക്കാൻ വരുന്നത് എന്നുള്ളത് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് ഓരോന്നുമായിട്ട് ഞാൻ പറഞ്ഞു പോകാം. അപ്പോൾ 3rd സെമസ്റ്ററിൽ നമുക്ക് വരുന്നത് അപ്ലൈഡ് മൈക്രോബയോളജി ആൻഡ് ഇൻഫെക്ഷൻ കൺട്രോൾ ഇൻക്ലൂഡിങ് സേഫ്റ്റി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ്, ഫാർമക്കോളജി ഫസ്റ്റ് പാർട്ട്, അതുപോലെ തന്നെ പതോളജി ഫസ്റ്റ് പാർട്ട്, അഡൾട്ട് ഹെൽത്ത് നഴ്സിംഗ് അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗ് ഫസ്റ്റ് പാർട്ട്. അതിനകത്ത് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതുകൂടാതെ നമുക്ക് ഒരിത് വരുന്നത് പ്രൊഫഷണൽ വാല്യൂസ്, എത്തിക്സ് ഇൻക്ലൂഡിങ് ബയോ എത്തിക്സ്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ മെഡിക്കൽ സർജിക്കലിനകത്ത് തന്നെ വരുന്ന ഒരു ഇതാണ്. അത് കൂടുതലായിട്ട് നേഴ്സിംഗ് എഡ്യൂക്കേഷൻ ആ ഒരു ഇതിൽ വരുന്നതാണ്. പ്രൊഫഷണൽ എത്തിക്സ്, കോഡ് ഓഫ് എത്തിക്സ് എന്നൊക്കെ ഉള്ളത്. കോഡ് ഓഫ് എത്തിക്സ് ഇൻ നഴ്സിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ ഞാൻ പണ്ടൊരെണ്ണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കും കൂടെ ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് ഉപകാരപ്പെടുവാണെങ്കിൽ യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് കരുതിയാണ് ഞാനിത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അടുത്ത വിഷയം എന്ന് പറയുന്നത് നമുക്ക് വരുന്നത് പ്രൊഫഷണൽ വാല്യൂസ്, എത്തിക്സ് ആൻഡ് ബയോ എത്തിക്സ്. ഇത്രയാണ് നമുക്ക് 3rd സെമസ്റ്ററിൽ വരുന്നത്. അതുകൂടാതെ 4th സെമസ്റ്ററിൽ ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് നമുക്ക് വരുന്നത് അഡൾട്ട് ഹെൽത്ത് നഴ്സിംഗ്, അതായത് മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗ് 2, ഫാർമക്കോളജി 2, അതേപോലെ തന്നെ എഡ്യൂക്കേഷണൽ ടെക്നോളജി അത് 4th സെമസ്റ്ററിലാണ് വരുന്നത്. നഴ്സിംഗ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റ് നമുക്ക് നേരത്തെ ഇത് 4th ഇയറിലാണ് വന്നുകൊണ്ടിരുന്നത്. അതായത് നമ്മൾ ലാസ്റ്റ് ഇയർ 4 ഇയർ ആയിരുന്നല്ലോ നഴ്സിംഗ് പഠിക്കുമ്പോൾ. അപ്പോൾ ഈ നഴ്സിംഗ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന പാർട്ട് നമുക്ക് 4th ഇയറിലായിരുന്നു വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇത് 4th സെമസ്റ്ററിലാണ് വരുന്നത്. അപ്പോൾ വരുന്ന സബ്ജക്റ്റുകൾ എന്ന് പറഞ്ഞാൽ 3rd ആൻഡ് 4th സെമസ്റ്ററിൽ വരുന്ന സബ്ജക്റ്റുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഡൾട്ട് ഹെൽത്ത് നഴ്സിംഗ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ്, ഫാർമക്കോളജി ഫസ്റ്റ് ആൻഡ് സെക്കൻഡ്, മൈക്രോബയോളജി ഇൻക്ലൂഡിങ് ഇൻഫെക്ഷൻ കൺട്രോൾ ആൻഡ് ഓൾസോ ഇൻക്ലൂഡിങ് സേഫ്റ്റി എന്ന് പറയുന്നത്, പിന്നെ നഴ്സിംഗ് പ്രൊഫഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇത് പറയുന്നത്. ഇതിൽ രണ്ടിലും 3rd സെമസ്റ്ററിൽ നമുക്ക് വരുന്ന മാൻഡേറ്ററി മൊഡ്യൂളായിട്ട് വരുന്നത് 3rd സെമസ്റ്ററിൽ നമുക്ക് വരുന്നത് ബേസിക് ലൈഫ് സപ്പോർട്ട്, അതേപോലെ 4th സെമസ്റ്ററിൽ നമുക്ക് വരുന്നത് ഹെൽത്ത് അസസ്മെൻറ്റ്. ഇതിൻ്റെ എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകളുടെ പേരാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ മൈക്രോബയോളജി ആൻഡ് ഇൻക്ലൂഡിങ് ഇൻഫെക്ഷൻ കൺട്രോൾ ആൻഡ് സേഫ്റ്റിക്ക് ഞാൻ യൂസ് ചെയ്ത ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് അനന്തനാരായണൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെക്സ്റ്റ് ബുക്കാണ്. അനന്തനാരായണൻ ആൻഡ് പണിക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ടെക്സ്റ്റ് ബുക്കാണ് ഞാൻ യൂസ് ചെയ്ത്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വലിയ ടെക്സ്റ്റ് ബുക്കാണ്, നമുക്ക് കൊണ്ടു നടക്കാൻ പാടാണ്. പക്ഷേ നമുക്ക് അതിനകത്ത് മൈക്രോബയോളജിയുടെ എല്ലാ ഏരിയസിലുള്ള
നോട്ടുകൾ എല്ലാം കറക്റ്റായിട്ട് അതിനകത്തുണ്ട്. നല്ല കളർഫുള്ളാണ് ടെക്സ്റ്റ് ബുക്ക്. അതേപോലെ തന്നെ അതിനകത്ത് നമുക്ക് ഈ കളർഫുള്ളായിട്ടുള്ള ഡയഗ്രാംസും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് പഠിക്കാൻ നല്ല ഈസി ആയിരിക്കും. ഓരോ മൈക്രോ ഓർഗാനിസത്തെക്കുറിച്ച് അതിനകത്ത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഇൻഫെക്ഷൻ കൺട്രോളിൻ്റെ കാര്യങ്ങളും എല്ലാം അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സ്റ്റെറിലൈസേഷൻ അതുപോലത്തെ കാര്യങ്ങൾ ഒക്കെ പറയുന്നുണ്ട് അതിനകത്ത്. അതുകൊണ്ട് നല്ല ടെക്സ്റ്റ് ബുക്കായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഞങ്ങളുടെ ബാച്ചിലുള്ള എല്ലാവരുടെയും കയ്യിൽ ഞങ്ങൾക്ക് കോളേജിൽ നിന്ന് തന്നെ തന്നിരിക്കുന്ന ടെക്സ്റ്റ് ബുക്കായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ റെഫർ ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. പിന്നെ മൈക്രോബയോളജി പഠിപ്പിച്ച ടീച്ചറാണെങ്കിലും അവർ തരുന്ന നോട്ടും ഈ ഒരു ടെക്സ്റ്റ് ബുക്കും കൂടെ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുമായിരുന്നു. അപ്പോൾ അതാണ് മൈക്രോബയോളജിയുടെ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത വിഷയം വരുന്നത് ഫാർമക്കോളജി ഫസ്റ്റ് ആൻഡ് സെക്കൻഡാണ്. ഈ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് അതായത് 3rd and 4th സെമസ്റ്ററിൽ നമുക്ക് ഫാർമക്കോളജിക്ക് ഒരേ ഒരു ടെക്സ്റ്റ് ബുക്ക് മതി. അപ്പം കൂടുതൽ 2 ടെക്സ്റ്റ് ബുക്കോ രണ്ടിനും കൂടെ വേറെ ടെക്സ്റ്റ് ബുക്കോ അങ്ങനെയൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. എല്ലാം ഉൾപ്പെടുന്ന ഒരു ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് പത്മജ ഉദയകുമാർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു റൈറ്ററിൻ്റെ ടെക്സ്റ്റ് ബുക്ക്. നല്ല ടെക്സ്റ്റ് ബുക്കായിട്ടാണ് എനിക്ക് തോന്നിയത്. അതേപോലെ തന്നെ നമുക്ക് ഹെൽപ്ഫുള്ളായിട്ടുള്ള നോട്ട്സൊക്കെ എഴുതാനായിട്ട് ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു ജോഗീന്ദ്ര സിംഗ് ആൻഡ് രൂപേന്ദ്ര കുമാർ എന്ന് പറഞ്ഞിട്ടൊരു ടെക്സ്റ്റ് ബുക്കും കൂടെ. ഈ 2 ടെക്സ്റ്റ് ബുക്കുകളാണ് ഞാൻ റെഫർ ചെയ്തത്. അത് നല്ല ടെക്സ്റ്റ് ബുക്കായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം പത്മജ ഉദയകുമാറിൻ്റെ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞാൽ ഇതും ഇതേപോലെ തന്നെ ഡ്രഗ്സിൻ്റെ ഒക്കെ കളർഫുള്ളായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. അപ്പോഴത്തേനും നമുക്കത് കാണുമ്പോൾ തന്നെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകും പഠിക്കാനായിട്ട്. അത് അങ്ങനെയാണ് ഞാൻ ആ 2 ടെക്സ്റ്റ് ബുക്കാണ് യൂസ് ചെയ്തത്. കൂടാതെ നമുക്ക് സിംസ് എന്ന് പറഞ്ഞിട്ടൊരു ഡ്രഗിൻ്റെ എല്ലാം കൂടെയുള്ള ഒരു ടെക്സ്റ്റായിട്ട് സിംസ് എന്ന് പറഞ്ഞത് നമുക്ക് നമ്മുടെ ലൈബ്രറിയിൽ നിന്ന് റെഫർ ചെയ്തെടുക്കുക. ഏതെങ്കിലും ഡ്രഗിൻ്റെ ആക്ഷനോ ഫാർമക്കോളജിക്കൽ നെയിമോ ട്രേഡ് നെയിമോ അങ്ങനെയുള്ള എന്തെങ്കിലും നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ സിംസ് എന്ന് പറഞ്ഞിട്ട് ആ ടെക്സ്റ്റ് ബുക്ക് അത് എല്ലാ നഴ്സിംഗ് കോളേജുകളിലും ലൈബ്രറിയിലും നമുക്ക് അവൈലബിൾ ആണ്. അത് നമുക്ക് ക്ലിനിക്കൽ പോസ്റ്റിങ്ങിന് പോകുമ്പോൾ നന്നായിട്ട് ഉപകാരപ്പെടും. കാരണം നമുക്ക് ഡ്രഗ് പ്രസൻറ്റേഷൻ അങ്ങനെയൊക്കെ വരും. അപ്പം നമുക്ക് ഈ ഒരു ഒരു പാരസെറ്റമോളിൻ്റെ ഒരു ഡ്രഗ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഏതൊക്കെ തരത്തിലുള്ള ഇതുണ്ട്, അത് ഏതൊക്കെ ഫോംസിൽ അവൈലബിൾ ആണ്, ടാബ്ലറ്റായിട്ട് അവൈലബിൾ ആണ്, അതേപോലെ തന്നെ ഇഞ്ചക്ഷനായിട്ട് അവൈലബിൾ ആണ്, അതേപോലെ തന്നെ നമുക്ക് സിറപ്പായിട്ട് അവൈലബിൾ ആണ്. ഇതുപോലത്തെ എല്ലാം അതിൻ്റെ അഡ്വേഴ്സ് റിയാക്ഷൻ എന്താണ്, അത് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്, പിന്നെ അത് കൊടുത്തുമ്പോൾ നമ്മൾ പേഷ്യൻറ്റിന് കൊടുക്കേണ്ട ഇൻസ്ട്രക്ഷൻസ് എന്തൊക്കെയാണ്, അതെല്ലാം വ്യക്തമായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു ടെക്സ്റ്റ് ബുക്ക് സിംസ് എന്ന് പറയുന്ന ആ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അതേപോലെ തന്നെ ഈ പത്മജ ഉദയകുമാറിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ ഇത് കറക്റ്റായിട്ട് എല്ലാ ഡ്രഗിനെ കുറിച്ചും ഓരോ ക്ലാസിഫൈ ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലൊരു ടെക്സ്റ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്കായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നു. അടുത്ത വിഷയം എന്ന് പറയുന്നത് നമുക്ക് മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗ്, അതായത് അഡൾട്ട് ഹെൽത്ത് നഴ്സിംഗ് എന്ന് പറയുന്നത് തന്നെയാണ് മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗ്. അത് മെഡിക്കലായിട്ടുള്ള കണ്ടീഷൻസ് ലൈക്ക് ന്യൂമോണിയ അങ്ങനത്തെയൊക്കെ കാര്യങ്ങളൊക്കെ പഠിക്കുന്നതാണ് മെഡിക്കൽ നഴ്സിംഗ്. അതേപോലെ അതിനുള്ള സർജിക്കൽ ഇൻ്റർവെൻഷൻ അതേപോലെ പഠിക്കുന്നതാണ് സർജിക്കൽ നഴ്സിംഗ്. അങ്ങനെയാണ്. ഇപ്പോൾ നമുക്കൊരു കിഡ്നി സ്റ്റോൺ എന്ന് പറയുന്ന ഒരു മെഡിക്കൽ കണ്ടീഷനാണ്. അതിൻ്റെ സർജിക്കൽ ഇതെന്ന് പറയുന്നത് സിസ്റ്റോലിതോപാക്സി, അതേപോലെ നമ്മുടെ ബിനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർപ്ലേഷ്യ എന്ന് പറയുന്ന ഒരു അസുഖമുണ്ട്. അതുകൊണ്ട് പ്രോസ്ട്രേറ്റിനുണ്ടാകുന്ന ഒരു അസുഖം, അതിനെ നമ്മൾ TURP ട്രാൻസ്യൂറിക്കുലർ റിസക്ഷൻ ഓഫ് പ്രോസ്ട്രേറ്റ് എന്നാണ് ആ സർജറിയുടെ പേര് വരുന്നത്. അപ്പോൾ ഇങ്ങനെ മെഡിക്കൽ ആൻഡ് സർജിക്കൽ റിലേറ്റഡ് ആയിട്ട് പഠിക്കുന്ന ടെക്സ്റ്റ് ബുക്കാണ് മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗ്. അഡൾട്ട് വൈസ് എല്ലാ കണ്ടീഷൻസും അതിനകത്തുണ്ട്. അപ്പോൾ ആ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് ബ്രണ്ണർ ആൻഡ് സിദ്ധാർത്ഥിൻ്റെ ടെക്സ്റ്റ് ബുക്കാണ് ഞങ്ങൾക്ക് കോളേജിൽ നിന്ന് പ്രൊവൈഡ് ചെയ്ത ടെക്സ്റ്റ് ബുക്ക്. അതിനകത്ത് എല്ലാവിധ കണ്ടീഷൻസും അവർ കൊടുത്തിട്ടുണ്ട്. കൂടാതെ നമ്മൾ ലേവീസിൻ്റെ ടെക്സ്റ്റ് ബുക്ക് ചില കുട്ടികളുടെയൊക്കെ കയ്യിൽ അവർ ബ്രണ്ണർ ആൻഡ് സിദ്ധാർത്ഥ് വാങ്ങിക്കാതെ അവർക്ക് ഇഷ്ടപ്പെട്ടത് ലേവീസ് ആണെന്ന് പറഞ്ഞിട്ട് അവർ വാങ്ങിച്ചിട്ടുണ്ടായി. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് റെഫർ ചെയ്താണ് അങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഉണ്ടാകുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് നമുക്ക് വേറെ ടെക്സ്റ്റ് ബുക്കുകൾ പൈസ കൊടുത്ത് വാങ്ങിക്കണം. നമ്മുടെ കയ്യിലൊരു ടെക്സ്റ്റ് ബുക്കുണ്ട്, വേറൊരു കൂട്ടുകാരുടെ കയ്യിൽ വേറൊരു ടെക്സ്റ്റ് ബുക്കുണ്ട്. നിങ്ങളൊരു റൂമിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ടെക്സ്റ്റ് ബുക്കുകൾ വാങ്ങിച്ച് ഹോസ്റ്റലിലായിരിക്കുമല്ലോ മിക്കവാറും നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു റൂമിലാണെങ്കിൽ ഒരു റൂമിൽ ഒരാൾ ഒരു ടെക്സ്റ്റ് ബുക്ക് വാങ്ങിക്കുക, ഏറ്റവും നല്ലതെന്ന് തോന്നുന്ന ഒരു ടെക്സ്റ്റ് ബുക്ക് വാങ്ങിക്കുക, മറ്റേ ആൾ ഏറ്റവും നല്ലതെന്ന് തോന്നുന്ന ഒരു ടെക്സ്റ്റ് ബുക്ക് വാങ്ങിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുക. അങ്ങനെയാണ് ഞങ്ങളൊക്കെ പഠിച്ചത്. അപ്പോൾ ഈ ബ്രണ്ണർ ആൻഡ് സിദ്ധാർത്ഥിൻ്റെ ടെക്സ്റ്റ് ബുക്കാണ് നമ്മൾ കോളേജിൽ നിന്ന് പ്രൊവൈഡ് ചെയ്തത്. അതുകൂടാതെ നമ്മൾ ലേവീസിൻ്റെ ടെക്സ്റ്റ് ബുക്കാണ് നമ്മൾ റെഫർ ചെയ്യാനായിട്ട് എടുത്തിട്ടുണ്ടായത് മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗ്. ഇത് 3rd and 4th സെമസ്റ്ററിൽ നമുക്ക് ഈ 2 ടെക്സ്റ്റും മതിയാവും. അപ്പോൾ ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് നല്ല കളർഫുള്ളായിട്ട് നല്ല
സെലക്ടേഴ്സിൽ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ആണ്. നമുക്ക് എക്സാമിൻ്റെ സമയത്താണെങ്കിൽ നമ്മൾ ഈ പഠിക്കുന്ന സമയത്ത് നമ്മളെല്ലാം ഇങ്ങനെ ഷോർട്ട് നോട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കി വെക്കുക. അപ്പോൾ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കിട്ടുമല്ലോ. അതൊക്കെ അനുസരിച്ച് ക്വസ്റ്റ്യൻസ് നോക്കി ഈ ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെ എഴുതാം അങ്ങനെ എഴുതാം എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ആൻസർ തയ്യാറാക്കി നേരത്തെ തന്നെ ഈ ടെക്സ്റ്റ് ബുക്കുകളെല്ലാം റെഫർ ചെയ്തിട്ട് നമ്മൾ വെക്കുക. അപ്പോഴത്തേനും നമുക്കത് കൂടുതൽ പോയിൻറ്റ്സും കിട്ടും. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു ന്യൂമോണിയ ഒരു കണ്ടീഷൻ പഠിക്കുകയാണ്. അപ്പോൾ ഈ ബ്രണ്ണർ ആൻഡ് സിദ്ധാർത്ഥിൻ്റെ ടെക്സ്റ്റ് ബുക്ക് നോക്കി ന്യൂമോണിയയുടെ ഡെഫിനിഷൻ എഴുതി, അതുപോലെ തന്നെ അതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ്. അപ്പോൾ ഈ റിസ്ക് ഫാക്ടേഴ്സിൽ ഈ ബ്രണ്ണർ ആൻഡ് സിദ്ധാർത്ഥിൽ ഇല്ലാത്ത ഏതെങ്കിലും ഒരു പോയിൻ്റ് ഈ ലെവിസിൽ കാണും. അതും കൂടെ ആഡ് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് പോയിൻ്റ് വൈസ് കൂടുതലായിട്ട് കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ 2 ടെക്സ്റ്റ് ബുക്കാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. നല്ല 2 ടെക്സ്റ്റ് ബുക്കാണ്. അപ്പോൾ ഇത് വാങ്ങിച്ച് പഠിക്കാനായിട്ട് നിങ്ങൾ നോക്കുക. അല്ലെങ്കിൽ ലൈബ്രറിയിൽ നിന്നാണെങ്കിൽ നിങ്ങൾ റെഫർ ചെയ്യുമ്പോൾ ഈ 2 ടെക്സ്റ്റ് ബുക്ക് നിർബന്ധമായിട്ട് റെഫർ ചെയ്യുക കേട്ടോ. അതാണ് മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗ് അഥവാ അഡൾട്ട് ഹെൽത്ത് നഴ്സിംഗ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡിൽ നമ്മൾ പറഞ്ഞത് ഫാർമക്കോളജി പറഞ്ഞു ഫസ്റ്റ് ആൻഡ് സെക്കൻഡ്, അതേപോലെ തന്നെ അഡൾട്ട് ഇതിൻ്റെ പറഞ്ഞു, മൈക്രോബയോളജി പറഞ്ഞു. ഇനിയുള്ളത് നമുക്ക് പ്രൊഫഷണലിസം, അത് നഴ്സിംഗ് എഡ്യൂക്കേഷനിൽ വരും. അതേപോലെ തന്നെ മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗിൽ വരും. അതുപോലെ ഫൗണ്ടേഷൻസ് ഓഫ് നഴ്സിംഗിലാണ് നമ്മൾ കൂടുതലായിട്ട് പ്രൊഫഷണാലിസം അങ്ങനെയുള്ള നമ്മുടെ ഫസ്റ്റ് സെമസ്റ്ററിൽ നമ്മൾ പഠിച്ച ആ ടെക്സ്റ്റ് ബുക്ക്, അതായത് പോട്ടർ ആൻഡ് പെറി, അതിനകത്ത് ഇതുണ്ട്. പ്രൊഫഷണാലിസം, പ്രൊഫഷണൽ കോഡ് ഓഫ് എത്തിക്സ്. ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഇതേപോലെ കോഡ് ഓഫ് എത്തിക്സ് ഇൻ നഴ്സിംഗ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് എത്തിക്സ് പഠിക്കാൻ ഒരു ഇച്ചിരി ടഫായിട്ടുള്ള ഒരു കാര്യമാണ് എത്തിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ പോർഷൻ എനിക്ക് ഭയങ്കര ടഫായിട്ടാണ് തോന്നിയത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയ സമയത്ത് ഞാനതൊരു ക്ലാസ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, നഴ്സിംഗ് എത്തിക്സ് എന്ന് പറയുന്നത്, പ്രൊഫഷണൽ എത്തിക്സ് ഇൻ നഴ്സിംഗ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് കാണേണ്ടവർക്ക് ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് അത് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് നമുക്കത് പഠിക്കാവുന്ന ഒരു മെത്തേഡാണ് ഞാൻ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതത്രയേ ഉള്ളൂ. അതുകൂടാതെ നമുക്ക് വരുന്നത് നഴ്സിംഗ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ ഒരു പാർട്ടാണ്. നഴ്സിംഗ് എഡ്യൂക്കേഷൻ ഞാൻ പറഞ്ഞ പോലെ 4th ഇയറിലായിരുന്നു നേരത്തെ വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇത് 4th സെമസ്റ്ററിലാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ നഴ്സിംഗ് എഡ്യൂക്കേഷനിൽ ഞാൻ ഇത് ചെയ്ത ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് KP നീരജയുടെ ഒരു ടെക്സ്റ്റ് ബുക്കാണ് നഴ്സിംഗ് എഡ്യൂക്കേഷൻ. അത് നല്ലൊരു ടെക്സ്റ്റ് ബുക്കാണ്. നമ്മൾ സൈക്കോളജി പഠിച്ചു, സോഷ്യോളജി പഠിച്ചു KP നീരജയുടെ ടെക്സ്റ്റ് ബുക്ക്. അത് നന്നായിട്ട് നമുക്ക് മനസ്സിലാകും. അതേപോലെ തന്നെയാണ് ഈ നഴ്സിംഗ് എഡ്യൂക്കേഷൻ്റെ ടെക്സ്റ്റ് ബുക്ക് KP നീരജയുടെ ടെക്സ്റ്റ് ബുക്ക്. അത് നല്ലതായിട്ട് നമുക്ക് മനസ്സിലാകും. അതുകൂടാതെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു മലയാളിയുടെ ഒരു ഓതറായിട്ടുള്ളൊരു ടെക്സ്റ്റാണ് ഷബീർ P ബഷീർ എന്ന് പറഞ്ഞിട്ട് ഒരാളുടെ ടെക്സ്റ്റ് ബുക്ക് ഓഫ് നഴ്സിംഗ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ടെക്സ്റ്റ് ബുക്കുണ്ട്. അതും നല്ല ടെക്സ്റ്റ് ബുക്കായിട്ടാണ് എനിക്ക് തോന്നിയത്. വായിച്ച് നമുക്ക്, കാരണം മലയാളികളുടെ ഓതേഴ്സ് ആകുമ്പോഴത്തേന്, റൈറ്റേഴ്സ് ആകുമ്പോഴത്തേന് അവരെഴുതുന്ന ഓരോ ഇംഗ്ലീഷ് വാക്കുകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. അങ്ങനത്തെ ഒരു നല്ല സാധാരണക്കാർക്ക് വായിച്ചാൽ മനസ്സിലാകുന്ന രീതിയിൽ ഒരു ടെക്സ്റ്റ് ബുക്കാണ് ടെക്സ്റ്റ് ബുക്ക് ഓഫ് നഴ്സിംഗ് എഡ്യൂക്കേഷൻ ബൈ ഷബീർ P ബഷീർ എന്ന് പറഞ്ഞിട്ട് ആളുടേത്. അതും നല്ലൊരു ടെക്സ്റ്റ് ബുക്കാണ്. അതാണ് നഴ്സിംഗ് എഡ്യൂക്കേഷൻ. അപ്പോൾ 2 ടെക്സ്റ്റ് ബുക്കാണുള്ളത്. KP നീരജ എന്ന് പറയുന്ന ആളുടെ ഒരു ടെക്സ്റ്റ് ബുക്ക്, അതേപോലെ തന്നെ ഷബീർ P ബഷീറിൻ്റെ ഒരു ടെക്സ്റ്റ് ബുക്ക്. അടുത്തത് നമ്മൾ വരുന്നത് പതോളജി എന്ന് പറയുന്ന വിഷയം. ഞങ്ങൾക്കൊക്കെ നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് 2nd ഇയറിൽ പതോളജി ക്ലാസ്സിന് വേണ്ടിയിട്ട് വേറെ ഒരു ഡോക്ടർ സെപ്പറേറ്റ് നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഔട്ട്സൈഡിൽ നിന്ന് ഒരു ഡോക്ടർ വന്നിട്ടാണ് ഈ പതോളജിയുടെ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ സത്യം പറയാമല്ലോ, നമ്മൾ ഡോക്ടേഴ്സിൻ്റെ ക്ലാസ്സൊക്കെ എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ ശരിക്കും നമുക്ക് ഈ പതോളജി എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അങ്ങനെ അങ്ങ് ഇഷ്ടപ്പെടണമെന്നില്ല. ചില കുട്ടികളുണ്ട് നല്ല ഇഷ്ടമുള്ളത് പതോളജി പഠിക്കാനായിട്ട്. പക്ഷേ എനിക്കൊക്കെ ഭയങ്കര ഒരു മടിയായിരുന്നു, ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കാനൊക്കെ പാടായിരുന്നു. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞിരുന്നത്, ക്ലാസ്സിൽ നിന്ന് പറഞ്ഞിരുന്ന ടീച്ചേഴ്സ്, പതോളജിയുടെ ടെക്സ്റ്റ് ബുക്ക് ഒന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ സാറിൻ്റെ ക്ലാസ് കേട്ടോണ്ടിരുന്നാൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ നമുക്കത് ചില സമയത്ത് നമുക്ക് ക്ലാസ്സൊക്കെ ബോറായിട്ടൊക്കെ തോന്നുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാറേ ഇല്ല. അങ്ങനെയൊക്കെ നിങ്ങളെ ഇതാക്കാൻ പറയുന്നതല്ല, പക്ഷേ ഞാൻ എൻ്റെ ഒരു കാര്യം പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് എക്സാം വരുന്ന സമയത്ത് നമുക്ക് പതോളജിയുടെ ഒരു വകയും അറിയത്തില്ലായിരുന്നു. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ, ഞാനൊരു ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്തത്
ടെക്സ്റ്റ് ബുക്ക് ഓഫ് പാത്തോളജി ആൻഡ് ജെനറ്റിക്സ് ഫോർ നഴ്സസ് സോണൽ ശർമ്മ, ഗീതിക ആൻഡ് സുരേഷ് ഡി, ഇവരുടെ 3 പേരുടെയും കൂടെ ഒരു ടെക്സ്റ്റ് ബുക്കാണ് ഞാൻ റെഫർ ചെയ്തത്. അതിനകത്ത് ഒട്ടുമിക്ക കാര്യങ്ങളും ഉണ്ട്. അത് വളരെ ലളിതമായിട്ട് എഴുതിയിരിക്കുന്നതുകൊണ്ട് നമുക്കത് നന്നായിട്ട് മനസ്സിലാവുകയും ചെയ്യും. അപ്പോഴാണ് ഇതാണല്ലോ പഠിപ്പിച്ചിരുന്നത്, ഇതാണല്ലോ എന്നുള്ളത് ഈ ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. പാത്തോളജിയിൽ അധികം മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഒന്നും വരത്തില്ല. അതുകൊണ്ട് നമ്മളൊന്ന് ജസ്റ്റ് വായിച്ചിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം ഒന്ന് ജസ്റ്റ് നമ്മൾ വായിച്ചിരുന്നാൽ മതി. അങ്ങനെ നമ്മൾ കാണാതെ പഠിക്കുക, ഓരോ ട്രിക്കിൽ ഒന്ന് പഠിച്ച് വയ്ക്കുക. അല്ലാതെ നമ്മൾ എല്ലാം ഒരേ രീതിയിലൊന്ന് പഠിച്ച് വയ്ക്കുക, ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒന്ന് പഠിക്കുക. അല്ലാതെ നമ്മൾ കാണാതെ പഠിക്കുകയൊന്നും വേണ്ട. അപ്പോൾ ഇതാണ് ഞാൻ റെഫർ ചെയ്ത് സോണൽ ശർമ്മ, ഗീതിക ആൻഡ് സുരേഷ് ഡി എന്ന് പറഞ്ഞിട്ട് ഒരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. ടെക്സ്റ്റ് ബുക്ക് ഓഫ് പാത്തോളജി ആൻഡ് ജെനറ്റിക്സ് ഫോർ നഴ്സസ് എന്ന് പറഞ്ഞിട്ട് ആ ടെക്സ്റ്റ് ബുക്കാണ് ഞാൻ യൂസ് ചെയ്തത്. ഇത് കൂടാതെ നമ്മുടെ 3rd and 4th സെമസ്റ്ററിൽ വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മാൻഡേറ്ററി മൊഡ്യൂളായിട്ട് BLS. ആ BLS എന്ന് പറയുന്നത് നമ്മൾ ഫൗണ്ടേഷൻസ് ഓഫ് നഴ്സിങ്ങിൻ്റെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അതേപോലെ തന്നെ നമുക്ക് സെപ്പറേറ്റ് ഫസ്റ്റ് എയ്ഡ് പഠിക്കുമ്പോഴത്തേനും നമ്മൾ BLS പഠിക്കും. അത് രണ്ടും മതിയാകും. അത് BLSന് കൂടുതലായിട്ട് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യേണ്ട കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൂടാതെ നമുക്ക് അടുത്തത് വരുന്നത് അടുത്ത 3rd 4th സെമസ്റ്ററിൽ നമുക്ക് വരുന്ന ഒരു മാൻഡേറ്ററി മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഹെൽത്ത് അസസ്മെൻ്റ് ആണ്. അതിനായിട്ട് ഞാൻ റെഫർ ചെയ്ത ഒരു ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ എക്സാമിനേഷൻ ആൻഡ് ഹെൽത്ത് അസസ്മെൻറ്റ് ഓഫ് ഫോർ നഴ്സസ് എന്ന് പറഞ്ഞിട്ട് ഒരു ടെക്സ്റ്റ് ബുക്കുണ്ട്. അത് ജാർവിസിൻ്റെ അത് നല്ലൊരു ടെക്സ്റ്റ് ബുക്കാണ്. അതിനകത്ത് ഓൾമോസ്റ്റ് എല്ലാ വിധത്തിലുള്ള എക്സാമിനേഷൻസും, ഹെഡ് ടു ഫുട്ട് എക്സാമിനേഷൻ, ഫിസിക്കൽ അസസ്മെൻറ്റ്, ലബോറട്ടറി വാല്യൂസ്, എല്ലാ കാര്യങ്ങളും നമുക്ക് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ല ടെക്സ്റ്റ് ബുക്കായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ 3rd and 4th സെമസ്റ്ററിൽ പഠിക്കുന്നത്. ഫസ്റ്റ് മൈക്രോബയോളജി ഇൻക്ലൂഡിങ് ഇൻഫെക്ഷൻ കൺട്രോൾ പ്രാക്ടീസസ് ആൻഡ് ഓൾസോ സേഫ്റ്റി, അതിന് അനന്തനാരായണൻ എന്ന് പറഞ്ഞിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക്. അതേപോലെ തന്നെ രണ്ടാമത് ഫാർമക്കോളജി ഫസ്റ്റ് ആൻഡ് സെക്കൻഡ്, അതിനകത്ത് പഠിക്കുന്നത് പത്മജ ഉദയകുമാറിൻ്റെ ടെക്സ്റ്റ് ബുക്ക്. അതേപോലെ ഞാൻ പറഞ്ഞത് യോഗീന്ദ്ര സിംഗ് ആൻഡ് രൂപേന്ദ്ര കുമാറിൻ്റെ ഒരു ടെക്സ്റ്റ് ബുക്ക്, അതാണ് ഫാർമക്കോളജി നമ്മൾ പഠിച്ചത്. അതുകൂടാതെ സിംസ് എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്ക് നമുക്ക് ക്ലിനിക്കൽ പ്രാക്ടീസിന് പോകുമ്പോഴത്തേനും. അടുത്തത് നമ്മൾ പറഞ്ഞത് അഡൽട്ട് ഹെൽത്ത് ആൻഡ് നഴ്സിംഗ് അഥവാ നമ്മുടെ മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗ്, ബ്രണ്ണർ ആൻഡ് സുധാർത്തിൻ്റെ, അതുകൂടാതെ ലേവീസിൻ്റെ ടെക്സ്റ്റ് ബുക്കാണ് നമ്മൾ പഠിച്ചത്. അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് പതോളജിയുടെ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് സോണൽ ശർമ്മ, ഗീതിക ആൻഡ് ഓൾസോ സുരേഷ് ഡിയുടെ ഒരു ടെക്സ്റ്റ് ബുക്ക്. അടുത്തതെന്ന് പറഞ്ഞാൽ ഹെൽത്ത് അസസ്മെൻറ്റ്, ജാർവിസിൻ്റെ ഫിസിക്കൽ എക്സാമിനേഷൻ ആൻഡ് ഹെൽത്ത് അസസ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ടെക്സ്റ്റ് ബുക്ക്. അതുപോലെ നഴ്സിംഗ് എഡ്യൂക്കേഷൻ KP നീരജ, അതുകൂടാതെ ഷബീർ P ബഷീറിൻ്റെ ഒരു ടെക്സ്റ്റ് ബുക്ക്. ഇത്രയാണ് നമ്മൾ 3rd and 4th സെമസ്റ്ററിൽ പഠിച്ചേക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു, ആയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ നഴ്സിംഗ് പഠിക്കാൻ പോകുന്നവർക്കൊക്കെ ഈ ടെക്സ്റ്റ് ബുക്ക് വളരെ അധികം ഉപകാരമാകുമെന്ന് എനിക്ക് നല്ലതായിട്ട് ഉറപ്പുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇനി പഠിക്കാൻ പോകുന്നവരും പഠിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ ഈ ജസ്റ്റ് ഒന്ന് ഈ ടെക്സ്റ്റ് ബുക്കൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് എല്ലാം ഞാൻ റെക്കമെൻഡ്, നിങ്ങളുടെ കയ്യിരിക്കുന്ന ടെക്സ്റ്റ് ബുക്ക് വേണമെങ്കിൽ വേറെ ആയിരിക്കും, അത് കൊടുത്ത് മാറിയിട്ട് വേറെ വാങ്ങിക്കാൻ അങ്ങനെയൊന്നും അല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ റെഫർ ചെയ്യുമ്പോൾ ജസ്റ്റ് ഈ ടെക്സ്റ്റ് ബുക്കുകൾ കൂടി ഒന്ന് ഉൾപ്പെടുത്തി നമ്മൾ റെഫർ ചെയ്യുക. അത് കൂടുതലാണ് നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. അതിന് ഒരു 99% ഞാൻ ഉറപ്പ് തരും. ചിലർക്ക് നമുക്ക് പറയാൻ പറ്റത്തില്ല, അവർക്ക് ഈ അക്ഷരങ്ങളൊന്നും ഇഷ്ടപ്പെടില്ല, ഇതുപോലത്തെ ഈ ടെക്സ്റ്റ് ബുക്കൊന്നും ഇഷ്ടപ്പെടില്ല, വലിയ ടെക്സ്റ്റ് ബുക്ക് കാണുമ്പോഴേ ചിലർക്ക് ബോധം പോകും, അങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് വായിച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളത് യൂസ്ഫുൾ ആക്കുക. അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വേറെ ടെക്സ്റ്റ് ബുക്കുകളുണ്ടെങ്കിൽ നിങ്ങൾ അത് യൂസ് ചെയ്യുക. കാരണം എന്താ വെച്ചാൽ ചിലർക്ക് നമുക്കിപ്പോൾ ഒരു ടെക്സ്റ്റ് ബുക്ക് കാണുമ്പോഴത്തേനും അവർക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിൽ അതിൽ നിന്ന് പഠിക്കാനായിരിക്കും അവർക്ക് ഇഷ്ടം, അവർക്കപ്പോൾ അത് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും. അങ്ങനെയുള്ളവർക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ നോക്കിയെടുക്കുക. അപ്പോൾ ജസ്റ്റ് ലൈബ്രറിയിലൊക്കെ പോകുമ്പോൾ നിങ്ങൾ ഈ ബുക്സൊക്കെ ഒന്ന് എടുത്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, നന്നായിട്ട് ഹെൽപ്ഫുൾ ആകും എന്നുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പോൾ നിങ്ങൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അടുത്ത ദിവസം തന്നെ നമ്മൾ അടുത്ത നമ്മുടെ സെമസ്റ്ററിലേക്കുള്ള ടെക്സ്റ്റ് ബുക്കുകളുടെ കാര്യങ്ങളെല്ലാം ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഒന്നുകൂടെ പറയുകയാണ്, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.